സംസ്ഥാനത്ത് ശക്തമായ ഇടിയോടുകൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വലിയ മുൻകരുതൽ എടുക്കേണ്ട സമയമാണ്. സംസ്ഥാനത്ത് ശക്തമായ ഇടിമിന്നൽ ഉണ്ടാകും. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇടിമിന്നൽ ഉള്ളപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ മൈക്ക് ഉപയോഗിക്കരുതെന്നും രാഷ്ട്രീയ പ്രവർത്തകർക്ക് നിർദ്ദേശമുണ്ട്. വളരെ ഗൗരവത്തോടെയാണ് കേരളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വാർത്ത കേട്ടത്. കടുത്ത ഇടിമിന്നലിന് സാധ്യതയുണ്ട്, ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ വേനൽ മഴയോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 8 വരെയുള്ള സമയത്ത് ശക്തമായ ഇടിമിന്നലിനുള്ള സാധ്യതയുണ്ടെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. അപകട സാധ്യത കൂടുതലാണെന്നും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നൽ ദൃശ്യമല്ല എന്നതിനാൽ മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും പൊതുജനം വിട്ടു നിൽക്കരുതെന്നും നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട മുൻകരുതലുകൾ ഇവയാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 8 മണി വരെയുള്ള സമയത്ത് കുട്ടികളെ തുറസായ സ്ഥലത്ത് കളിക്കാൻ അനുവദിക്കരുത്. അലക്കിയിട്ട തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ പോകരുത്. തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട പ്രസംഗ വേദികളിൽ ഇടിമിന്നൽ ഉള്ള സമയം നിന്നുകൊണ്ടുള്ള പ്രസംഗം ഒഴിവാക്കുക. പ്രാസംഗികർ ഉയർന്ന വേദികളിൽ ഇത്തരം സമയങ്ങളിൽ നിൽക്കാതിരിക്കുകയും മൈക്ക് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുക. ഇടിമിന്നൽ ലക്ഷണം കണ്ടാൽ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. ജനലും വാതിലും അടച്ചിടുക. ലോഹവസ്തുക്കളുടെ സ്പർശനമോ സാമീപ്യമോ പാടില്ല. വൈദ്യുതി ഉപകരണങ്ങളുടെ സാമീപ്യവും ഒഴിവാക്കുക. ഫോൺ ഉപയോഗിക്കരുത്. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക. വീടിനുള്ളിൽ ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതെ ഇരിക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെറസിലോ മറ്റ് ഉയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കുന്നതും അപകടമാണ്. വീടിന് പുറത്താണെങ്കിൽ വൃക്ഷങ്ങൾ ചവിട്ടി നിൽക്കരുത്. വാഹനത്തിനുള്ളിലാണെങ്കിൽ തുറസായ സ്ഥലത്ത് നിർത്തി ലോഹഭാഗങ്ങളിൽ സ്പർശിക്കാതെ ഇരിക്കണം. ഇടിമിന്നൽ സമയത്ത് ജലാശയത്തിൽ ഇറങ്ങരുത്. പട്ടം പറത്തുവാൻ പാടില്ല. തുറസായ സ്ഥലത്താണെങ്കിൽ പാദങ്ങൾ ചേർത്ത് വെച്ച് തലകാൽ മുട്ടുകൾക്ക് ഇടയിൽ ഒതുക്കി പന്ത് പോലെ ഉരുണ്ടിരിക്കുക. ഇടിമിന്നലിൽ നിന്ന് സുരക്ഷിതമാക്കാൻ കെട്ടിടങ്ങൾക്ക് മുകളിൽ മിന്നൽ ചാലകം സ്ഥാപിക്കാം. വൈദ്യുതോപകരണങ്ങളുടെ സുരക്ഷയ്ക്കായി സർജ് പ്രൊട്ടക്ടറും ഘടിപ്പിക്കാം. മിന്നലേറ്റാൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ ചെയ്യാം. മിന്നലാഘാതമേറ്റ ആളിന്റെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകില്ല. മിന്നലേറ്റ ആളിന് പ്രഥമ ശുശ്രൂഷ നൽകുവാൻ മടിക്കരുത്. ആദ്യം 30 സെക്കൻഡ് അതിനിർണായകമാണ്. അങ്ങനെ ഗൗരവമുള്ള നിർദ്ദേശങ്ങളാണ് നിലവിൽ ഇടിമിന്നൽ ഏൽക്കാതിരിക്കാനായി ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്നത്. കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേക മുൻകരുതൽ നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ ഇടിമിന്നലിന്റെ സാധ്യത മുന്നിൽ കണ്ട് വേണ്ട നിർദ്ദേശങ്ങളാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്നത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റി ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നു. ഇടിമിന്നൽ ഉള്ളപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ മൈക്ക് ഉപയോഗിക്കരുതെന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കും കർശന നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.